പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ സൈഡൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ള പാടമുണ്ട്, അതിൻ്റെ സൈഡിലൊരു പുഴയുണ്ട്, വടക്കാഞ്ചേരി പുഴയാണ് കേട്ടോ അവിടെ ഉള്ളത്. പിന്നെ നമുക്ക് അലക്കാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഇവിടെയാണ് ചെയ്തു തന്നിരിക്കുന്നത്. വേസ്റ്റൊക്കെ കൊണ്ടിടാനുള്ള സംഭവങ്ങളൊക്കെ അവിടെ തയ്യാറാക്കി തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നേരം പോകാനൊക്കെ നമുക്ക് ഇവിടെ ബാക്കിൽ വന്നിരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് പാടൊക്കെ ഓണർ തന്നെയാണ് വാങ്ങിച്ചിട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ 3 താമസക്കാരുണ്ട്. അതേപോലെ തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ നേരെ മേലെ സെയിം റൂം, അതുപോലെ അവിടെ 3 താമസക്കാരുണ്ട്. ഈ ബിൽഡിങ് കംപ്ലീറ്റ് ആണ് കേട്ടോ. ഇവിടെ താമസക്കാരൊക്കെ ഓക്കെയാണ്. പിന്നെന്താ, ഇവിടെ കൃഷിഭവൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഇത്. ഇവിടെ കൃഷിഭവൻ നമ്മൾ ലൈവൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കൃഷിഭവൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ കാണിച്ചു തരാറില്ലേ, നമ്മൾ നടന്നൊക്കെ ലൈവ് ചെയ്യുമ്പോൾ. പിന്നെ ഇവിടുത്തെ താമസക്കാരനൊന്നും കണ്ടു കിട്ടാൻ എളുപ്പമല്ല, എല്ലാവരും റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക. അതുകൊണ്ട് ഇവരേനൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് പുറത്ത് കാണുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഇക്കയും അതിൻ്റെ വൈഫും താമസിക്കുന്നുണ്ട്. നടുവിലത്തെ റൂമിലൊരു ചേച്ചി, അതിൻ്റെ മോള് താമസിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ സ്ഥലങ്ങൾ കുറവ് തന്നെയാണ് കേട്ടോ. പിന്നെ മുകളിലേക്ക് കയറാനുള്ള കോണിയാണ് കേട്ടോ അത്. പിന്നെ ഇവിടെയാണ് നമ്മുടെ കറണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടപ്പ് ബാക്കിലായിട്ട് നമുക്ക് CCTVയുടെ ആ ഒരു സ്ക്രീനൊക്കെ നമുക്ക് അവിടെയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെയാണ് നമുക്ക് മോട്ടർ ഇടാനുള്ള സൗകര്യമൊക്കെ. ഇതാണ് നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്. ഞാൻ പറഞ്ഞില്ലേ 2 ബിൽഡിങ്ങുകൾ തമ്മിൽ ഇതുണ്ട്, ഒരു ഗ്യാപ്പ് ഉണ്ട് എന്ന് ഞാൻ പറയാറുണ്ടല്ലോ. അവിടെയാണ് വണ്ടി വയ്ക്കുക. ഇവിടെയാണ് ബേക്കറി പിള്ളേരൊക്കെ വണ്ടി വയ്ക്കുന്ന സ്ഥലം ഇവിടെയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ആരെങ്കിലുമൊക്കെ ഇത് മേലത്തെ ചേച്ചിമാരിട്ടിട്ടുള്ള തോന്നുന്നുണ്ട് ഡ്രസ്സുകളൊക്കെ അഴയിലിട്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ സൈഡിലൊരു ബാത്റൂം ഉണ്ട്. അതൊക്കെ പുറമെയുള്ള ആൾക്കാർക്കും ബേക്കറിക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇത് ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡ്, ഇത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡ്. ഈ ബിൽഡിങ്ങിലാണ് നമ്മൾ താമസിക്കുന്നത്. പിന്നെ ഇവിടെ 4 താമസക്കാരേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പോയി. ഈ റൂമിൽ എപ്പോഴും ആൾക്കാർ ഒഴിഞ്ഞൊഴിഞ്ഞ് പോവും ഈ റൂമിൽ. പിന്നെ ഇതിന് 2 ഇതുണ്ട്. ഒന്ന് മറ്റേ സൈഡ് അടുക്കളയാണ് കേട്ടോ, ആദ്യത്തെ ഡോറ്. ഇതിലെയാണ് കയറി പോകാനായിട്ട്. ഇതിൽ ബെഡ്റൂമും സെപ്പറേറ്റ് സൗകര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇനി ഞാൻ നമ്മുടെ കൊട്ടാരത്തിലേക്കുള്ള യാത്രയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കൊട്ടാരം. അത് നമുക്ക് കടന്നു വരാനുള്ള ഗേറ്റ്. അവിടെ ബേക്കറിയാണ് കേട്ടോ ഉള്ളത്. പിന്നെ അതേ കയറി വരുന്നു. പിന്നെ കയറി ഈ ബിൽഡിങ്ങിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് പലപ്പോഴും ഞാൻ പറയാറുണ്ട്. പക്ഷേ ഞാൻ മാത്രമല്ല, ഇവിടെ താമസക്കാരൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് അവരെപ്പോഴും വന്നു പോകാമെന്നൊന്നും എനിക്ക് അറിയില്ല, ഞാൻ കാണാറില്ല അവരെയൊന്നും. പിന്നെ ഞങ്ങൾ 3 താമസക്കാരാണ് കേട്ടോ മേലെയുള്ളത്. ഈ റൂമിൽ എപ്പോഴും ആൾക്കാരുണ്ടാവില്ല, ഇവരിങ്ങനെ ഇടയ്ക്ക് ഒഴിഞ്ഞു പോണ് കാണാം. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ കേരള വിഷനിലത്തെ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇവിടെ താമസിക്കേണ്ടത്. 4 പേരുണ്ട്. ഞാൻ 2-3 പേരേനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ റൂമുകളുണ്ട്. ഒരു റൂം അത് നമ്മുടെ ഓണർക്കുള്ളതാണ് കേട്ടോ. ഓണർക്ക് നിസ്കരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു റൂം അതിൻ്റെ മേലെ പണി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓണർ അവിടെ മിക്കവാറും പൂട്ടിയിട്ടിരിക്കുകയാണ് അവിടെ. അല്ലെങ്കിൽ നമുക്ക് അഴയിൽ ഇടാനൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ ടെറസിൻ്റെ മുകളിൽ സൗകര്യമുണ്ട്. ഞാൻ എൻ്റെ ഡ്രസ്സുകളൊക്കെ ഇവിടെയാണ് കേട്ടോ തൽക്കാലമൊക്കെ ഇവിടെ അഴയിൽ കൊണ്ടുവന്നിട്ടിടും. പിന്നെ എനിക്ക് വേറൊരു അഴ ഞാൻ അവിടെ കെട്ടിയിട്ടുണ്ട്. ഓണർക്ക് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടിന് ഞാൻ രാത്രിയിൽ മാത്രമാണ് ഞാൻ ആ അഴ ഇങ്ങോട്ട് ഒന്ന് കണക്ട് ചെയ്ത് ഒരു കുളത്തി ഇങ്ങനെ വെക്കുക വേണ്ടോ. ബാക്കി നമുക്ക് അതിനുള്ള സൗകര്യത്തിൽ ഞാൻ കമ്പിയാണ് അത് മടക്കി വെച്ചിട്ടുണ്ട് ഞാനവിടെ. പിന്നെ ഇവിടെ അപ്പുറത്തെ ബിൽഡിങ് ഞാൻ കാണിച്ചു തന്നില്ലേ, അതാണ് കേട്ടോ. ഞാൻ അതിൻ്റെ മുകളിലേക്ക് പോകാറില്ല. അവിടെയൊക്കെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അവിടേക്കൊന്നും നമ്മളങ്ങനെ പോകാറില്ല. അവിടെയും പൂട്ടിയിട്ടിരിക്കുക, അതിൻ്റെ ടെറസിലേക്കുള്ള വഴിയും പൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കൃഷിഭവൻ പണി ചെയ്ത് പൂർത്തിയായി വരുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ അവിടെ ചെടിയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പലപ്പോഴായിട്ട് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. പിന്നെ എൻ്റെ വീട് കാണിച്ചിട്ടുള്ള വീഡിയോ നിങ്ങളൊന്ന് പോയി കാണണം. പിന്നെ ഇത് നമ്മുടെ ഇവിടെ ചായക്കട, പിന്നെ സ്റ്റിക്കർ വർക്ക് ഉണ്ട്. അതിന് ഇടയ്ക്ക് സ്റ്റിക്കർ വർക്ക്, കപ്പലണ്ടിക്കാരൻ്റെ കടയുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സലൂൺ ഉണ്ട് കേട്ടോ, കപ്പലണ്ടി കച്ചവടക്കാരൻ്റെ. അതിൽ 4 കട മുറികളുണ്ട് അതിൽ. പിന്നെ മേലെ ജനസേവാ കേന്ദ്രം, ഇതിൻ്റെ ആക്രിക്കട ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. ആക്രിക്കട ഉണ്ട് അവിടെ. പിന്നെ തമിഴത്തി ചേച്ചിയുടെ അമ്മ അവിടെ വന്നിരിക്കുന്നുണ്ട്. അമ്മ വരാന്തയിൽ നിന്ന് മാറിയിട്ട് പോലും ഇല്ല കേട്ടോ. അമ്മ ഫുൾ ടൈം വരാന്തയിലിരുന്ന് പഴയ പാട്ടുകളൊക്കെ, ചിന്നത്തമ്പിയിലെ ചിന്നത്തമ്പി മൂവിയൊക്കെ ഇരുന്ന് വെച്ച് എനിക്ക് ഈ 2-3 ദിവസം നല്ല നേരം പോക്കാം. ഭയങ്കര ലഹളയാണ് അവരെ കൊണ്ട്. അങ്ങനെ പിന്നെ ഈ വഴികളൊക്കെ നിങ്ങൾക്ക് പിന്നെ പരിചിതമല്ലേ. ഞാൻ എപ്പോഴും കാണിച്ചു തരുന്നത് ലൈവ് ചെയ്യുമ്പോഴാണെങ്കിലും മിക്ക വീഡിയോസിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു വഴി അത് നമ്മുടെ കേന്ദ്രമാണല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ കുറേ തവണ കണ്ടിട്ടുണ്ടാവും. പിന്നെ ആ അറ്റത്ത് രാജുവേട്ടൻ്റെ വീട്ടിലേക്ക് പോണ വഴി. പിന്നെ ഇവിടെ എന്താ പറയുക, ഇതൊക്കെ നിങ്ങൾ എപ്പോഴും കാണുന്നത്. ഇത് ആക്രിക്കട ഞാനൊന്നും കൂടി എടുത്ത് കാണിച്ചു തരാം. ആക്രിക്കടയാണ് കേട്ടോ അവിടെ. പിന്നെ എനിക്ക് നേരിട്ട് ഞാൻ ഉറങ്ങി എണീറ്റ് കണ്ണു തുറക്കുന്നത് തന്നെ ആക്രിക്കടയിലേക്ക് എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഇവിടെ ഇതാണ് എൻ്റെ കേന്ദ്രം. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ നിങ്ങൾ. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ വീടിൻ്റെ പുറം ഭാഗം മാത്രം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ.